റൈറ്റ് സൈഡ് ആരംഭിക്കുകയാണ്. ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാഖ്യാനങ്ങളാണ് നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ന്യൂനപക്ഷ വിധിയും ഭൂരിപക്ഷ വിധിയും ചൂണ്ടിക്കാട്ടി തർക്കത്തിലേക്ക് രണ്ടു പക്ഷമായി കാര്യങ്ങൾ കടന്ന് കഴിഞ്ഞു. ആശയക്കുഴപ്പം മാറിയിട്ടില്ലെന്ന് സർക്കാർ തന്നെ പറയുന്നു. ഇപ്പോഴും ഇതിൽ വ്യക്തമാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഭക്തരുടെ ആശങ്ക അതേപടി തുടരുകയുമാണ്. ഏതായാലും സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി നിലനിൽക്കെ പന്ത് ഇപ്പോൾ സർക്കാരിന്റെ കോർട്ടിലാണ്. ഇനി സർക്കാരിന് തീരുമാനിക്കാം എന്താണ് വരുന്ന മണ്ഡലകാലത്തെ കാര്യങ്ങൾ എന്നത്. റൈറ്റ് സൈഡ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. വിധിയിൽ സുപ്രീം കോടതി വിധി വിശ്വാസികൾക്കൊപ്പമുള്ള വിധിയാണോ? ശബരിമലയിൽ എന്താണ് കോടതി ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനപ്പെട്ട അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നു. BJP നേതാവ് കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും, പന്തളം സുധാകരൻ കോൺഗ്രസ് നേതാവും തിരുവനന്തപുരത്ത് നിന്നും, MB രാജേഷ് CPM നേതാവ് പാലക്കാട്ട് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം A സജീവൻ മാധ്യമപ്രവർത്തകൻ കോഴിക്കോട്ട് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. റൈറ്റ് സൈഡിൽ ചർച്ച ആരംഭിക്കുകയാണ്. CPM നേതാവ് ശ്രീ MB രാജേഷ്, ശ്രീ കെ സുരേന്ദ്രൻ, പന്തളം സുധാകരൻ, A സജീവൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. ആദ്യം ശ്രീ MB രാജേഷ്, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തത വരുത്താനുണ്ട് സർക്കാരിന് ഈ വിഷയത്തിൽ എന്നാണ്. ഇപ്പോഴും അവ്യക്തത തുടരുന്നു. സർക്കാരിന്റെ ഭാഗത്ത് തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ചുകൂടി നിയമവിദഗ്ധരുടെ കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വരുന്ന നിലയ്ക്കാണ്. മറ്റന്നാൾ മണ്ഡലകാലം തുടങ്ങുന്നുണ്ട്. ഈ വിധി ഏതെങ്കിലും തരത്തിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ സർക്കാരിന്? വിധിയിൽ വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ന് ഭൂരിപക്ഷ വിധി അനുസരിച്ച് 7 ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ വിശ്വാസം, ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശങ്ങൾ, ഇവയിൽ ഏതിനാണ് പ്രാമാണികത തുടങ്ങിയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണഘടനാ ബെഞ്ചിന്, അതും വിശാലമായ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടുണ്ട്. ന്യൂനപക്ഷ വിധിയാണെങ്കിൽ നിലവിലുള്ള വിധിയെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം നിലവിലുള്ള വിധിക്ക് സ്റ്റേ ഉള്ളതായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള ചില അവ്യക്തതകൾ ഇതിൽ ഉണ്ട്. പ്രധാനമായിട്ടും സ്റ്റേയുടെ കാര്യത്തിൽ ഇപ്പൊ സ്റ്റേ പുറപ്പെടുവിക്കാത്ത സ്ഥിതിയിൽ എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളതെല്ലാം കോടതി വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ആശയക്കുഴപ്പമുണ്ട്. കോടതി വിധിയുടെ ചില അവ്യക്തതകൾ കൊണ്ടുള്ള ആശയക്കുഴപ്പമാണ്. സർക്കാരിന്റെ ആശയക്കുഴപ്പമല്ല, സർക്കാരിന്റെ കുറ്റം കൊണ്ടുമല്ല അത്. അപ്പോൾ കോടതി വിധിയിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ആ വ്യക്തത തേടും എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ അധികം സമയമില്ല, നമുക്കറിയാം കഴിഞ്ഞ മണ്ഡലകാലത്ത് ഉണ്ടായ വിഷയങ്ങളുമൊക്കെ അറിയാം. അപ്പോൾ സർക്കാർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അധികം സമയം അതിനായി കളയാനുമില്ല. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നിലപാടിലേക്ക് വരുമെന്ന് കരുതാം. ഈ ശബരിമല വിശ്വാസികൾക്കൊക്കെ അനുകൂലമായ തരത്തിൽ കോടതി വിധി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. സർക്കാർ നിലപാടെടുത്തു കഴിഞ്ഞല്ലോ. സർക്കാർ പറഞ്ഞു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതാണ് നിലപാട്. ആ നിലപാട് എത്ര പെട്ടെന്ന് സർക്കാർ എടുത്തു. പിന്നെ കോടതി വിധി എന്തായാലും അംഗീകരിക്കും എന്നത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് അക്കാര്യത്തിലൊരു നിലപാടും അഭിപ്രായവുമുണ്ട്. അതിന് അനുസൃതമാണെങ്കിലും അല്ലെങ്കിലും കോടതി വിധി നടപ്പാക്കിയേ തീരൂ. അത് സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. അത് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടും തെരുവിൽ കുഴപ്പമുണ്ടാക്കുകയും അക്രമം നടത്തുകയും ചെയ്തിട്ടുള്ള ആളുകൾ അന്ന് അത് ശ്രദ്ധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തില്ല, അല്ലെങ്കിൽ കേട്ടില്ലെന്ന് നടിച്ചു. അത് തന്നെയാണ് മുഖ്യമന്ത്രി എന്നും പറഞ്ഞത്. വിധി ഞങ്ങൾക്ക് യോജിപ്പുള്ളതാണെങ്കിലും അല്ലെങ്കിലും, ഞങ്ങളുടെ നിലപാടിനനുസരിച്ചാണെങ്കിലും അല്ലെങ്കിലും നടപ്പാക്കും. പിന്നെ ഇന്നത്തെ വിധിയിൽ ഉള്ള അവ്യക്തതകൾ നീക്കാൻ കോടതിയെ സമീപിക്കും, വ്യക്തത തേടും. ഇക്കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ കെ സുരേന്ദ്രൻ, ഈ വിധിയെ BJP സർവാത്മന സ്വാഗതം ചെയ്തു കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന വിധി എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വരാനുണ്ടെന്ന് നിയമവിദഗ്ധരടക്കം പറയുന്നു. അപ്പോൾ വിശ്വാസികൾക്ക് ആശ്വാസമാകുന്ന വിധി എന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഏതൊക്കെ കാര്യങ്ങൾ കണക്കിലെടുത്താണ്? ഒന്നാമത്തെ കാര്യം, സാധാരണ ചെയ്യുന്നത് പോലെ റിവ്യൂ പെറ്റീഷന്റെ ഹർജി തള്ളിയില്ല എന്നുള്ളതാണ്. സാധാരണ ഇത്തരം റിവ്യൂ പെറ്റീഷനുകൾ വരുമ്പോൾ അത് ചേംബറിൽ വാദം കേട്ട് തള്ളുക പതിവാണ്. വളരെ വളരെ അപൂർവം കേസുകൾ മാത്രമാണ് അങ്ങനെ തള്ളാതിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട ഒരു പോയിന്റ്
ഈ വിഷയത്തിൽ നേരത്തെ വന്ന വിധിയുടെ അടിസ്ഥാനം ഇതൊരു ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയാണ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ സംരക്ഷണമാണ് പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്കും ശബരിമലയിൽ കയറാമെന്നുള്ളത്. ആ പോയിന്റിനെ സംബന്ധിച്ച് ഭരണഘടന വിദഗ്ധന്മാർ വളരെ തലനാഴി ഇഴകീറി പരിശോധിക്കേണ്ടതാണ് എന്നുള്ള ചോദ്യം. ഫെയ്ത്തിന്റെ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ ഫെയ്ത്ത് ആണോ പ്രധാനം എന്നുള്ളത് തലനാരി ഇഴകീറി പരിശോധിക്കേണ്ടതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. ഇപ്പം അത് നമ്മുടെ അയോധ്യ വിധിയിലും അത് വളരെ തെളിഞ്ഞു വന്നതാണ്. അപ്പോൾ ആ വിഷയം ഞങ്ങളെപ്പോലുള്ള ആളുകൾ നേരത്തെ മുതൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ കോടതി തീരുമാനിച്ചു എന്ന് പറയുന്നത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത്തരം കാര്യങ്ങൾ ആര് ഇനിഷ്യേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. ഇത് ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ പള്ളികളിൽ യുവതികൾക്ക് പ്രവേശനമില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു 25 മഹിളാ മോർച്ചക്കാരെയും ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റാണ്, ഞങ്ങൾക്ക് നാളെ കോഴിക്കോട്ടെ മുസ്ലിം പള്ളിയിൽ ഉടൻ പ്രവേശനം വേണമെന്ന് പറഞ്ഞ് ആളെ അയച്ച് പിന്നെ കുഴപ്പമുണ്ടാക്കുന്നത്, ആ ഒരു പോയിന്റ് വളരെ വ്യക്തമാണല്ലോ. അത് ആ 7 എണ്ണത്തിൽ ഈ 2 എണ്ണം വളരെ 7 പ്രധാനപ്പെട്ടതാണ്, ഈ 2 എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതുപോലെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് രഹ്ന ഫാത്തിമയെ പോലുള്ള ആളുകളെ സന്നിധാനത്ത് കൊണ്ടുപോകാൻ പോലീസ് സുരക്ഷയൊരുക്കി. അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ ഒരു കോടതി വിധിയും പറഞ്ഞിട്ടില്ല. പോലീസ് സംരക്ഷണം കൊടുക്കേണ്ടത് അവർക്കാണോ കൊടുക്കണമെന്ന് പറഞ്ഞത്? അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ദിശാബോധം നൽകുന്ന ഒരു കാര്യമാണ്. ഈ 7 കാര്യങ്ങൾ തലനാരിഴകേടി പരിശോധിച്ചോട്ടെ. വിധിയുടെ മെസ്സേജ് കഴിഞ്ഞ കാലത്തെടുത്ത നിലപാടിനെ അവർ മാറ്റാൻ, അതായത് ഇതിന്റെ മെസ്സേജ് മനസ്സിലാക്കി ശരിയായ ഒരു വഴി ഗവൺമെന്റ് എടുക്കുക. ഇപ്പോൾ പന്ത് പിണറായി വിജയന്റെ കോർട്ടിലാണ്. സമാധാനപരമായിട്ട് എവിടെ വേണമെങ്കിലും വ്യക്തത വരുത്തിക്കോട്ടെ. ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്ത് സ്വച്ഛന്തമായിട്ടുള്ള ഒരു ശബരിമല തീർത്ഥാടനം ഒരുക്കാൻ, ഒരു കുഴപ്പമില്ലാതെ ഒരുക്കാനുള്ള നല്ലൊരു അവസരം മുമ്പിൽ വന്നിരിക്കുകയാണ്. അത് കളഞ്ഞു കുളിക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാം. ഈ മതവും തുല്യതയും ഭരണഘടനയുമായൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് വിശാലമായ അർത്ഥത്തിൽ വിശാലമായി പരിഗണിക്കാൻ പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കടന്നു വരാനും പോകുന്നു. വിശദമായി തന്നെ പരിശോധന ഉണ്ടാകും. അത് ഒരു തരത്തിലും ആശങ്കപ്പെടുത്തുന്നില്ലേ? ശബരിമല ഈ പറഞ്ഞ പോലെ സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് അത് പരിശോധിച്ച് കഴിയുമ്പോൾ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് കഴിയുമ്പോൾ അനുകൂലമായി കാര്യങ്ങളെത്തും എന്നുള്ള പ്രതീക്ഷയാണോ ഉള്ളത്? അല്ല, അതിപ്പോ കോടതി വ്യവഹാരങ്ങളെക്കുറിച്ച് സാധാരണഗതിയിൽ അറിയുന്ന ഒരു സാധാരണക്കാരന് പോലും മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ ഈ വിധി തള്ളാമായിരുന്നല്ലോ. ഇത് തള്ളില്ല എന്ന് മനസ്സിലായതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, ഇനി ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനുള്ള, ബോധ്യപ്പെടുത്താനുള്ള, ശബരിമല ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഇഷ്യൂ അല്ല, ഒരു ജെൻഡർ ഇഷ്യൂ അല്ല. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമല്ല. ആ ഡയറ്റിയുടെയും അവിടെ ആചാരാനുഷ്ഠാനങ്ങളുടെയും മാത്രമായിട്ട് അവിടെ യുവതികൾക്ക് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഹർജിക്കാർക്കും ശബരിമല പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യത ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന് ഒരേ അഭിപ്രായം വന്നു. ഹർജിക്കാർ പറഞ്ഞ അതേ അഭിപ്രായത്തോട് ദേവസ്വം ബോർഡ് യോജിച്ചു. അപ്പോൾ കോടതി പറഞ്ഞു ശരി ആയിക്കോട്ടെ. അങ്ങനെ ആയിരുന്നില്ല, ഇത് വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രം പോലെയല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു ഭാഗത്തുള്ള ഒരു ക്ഷേത്രം പോലെയല്ല, ശബരിമലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ട് എന്നായിരുന്നു ദേവസ്വം ബോർഡും സർക്കാരും വാദിക്കേണ്ടിയിരുന്നതിന്. അതിന് പകരം ഹർജിക്കാരുടെ വാദത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് UDF ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലം മാറ്റി വേറൊരു സത്യവാങ്മൂലം ഈ ഗവൺമെന്റ് കൊടുത്തു, അല്ല LDF ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞ PS-ന്റെ. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അത് പരിഹരിക്കാൻ ഇപ്പം നല്ല അവസരമാണ്. സർക്കാർ നിലപാട് മാറ്റിയെങ്കിൽ വിശ്വാസികളുടെ ഒപ്പമാണെങ്കിൽ മനോഹരമായിട്ട് ഈ അവരുടെ അഫിഡവിറ്റ് മാറ്റി കൊടുക്കാനുള്ള സമയം വന്നിരിക്കുകയാണ്. LDF ഗവൺമെന്റ് ചെയ്യേണ്ടത് അതാണ്. തെറ്റ് തിരുത്തിയിട്ടുണ്ടെങ്കിൽ, വീട് കയറി അയ്യപ്പ വിശ്വാസികളോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. നിങ്ങളത് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ പന്തളം സുധാകരൻ, ഈ വിധിയെ എങ്ങനെ നോക്കിക്കാണുന്നു? പ്രത്യേകിച്ചും ഈ തരത്തിൽ വിശ്വാസികൾക്കൊപ്പം വിശ്വാസികൾക്ക് അനുകൂലമായ വിധി എന്ന വ്യാഖ്യാനങ്ങൾ വരുന്നു, മറിച്ചും ചില കാര്യങ്ങൾ നിയമവിദഗ്ധർ പറഞ്ഞു വെക്കുന്നു. വിധിക്ക് സ്റ്റേ ഇല്ല, അതേ രീതിയിൽ നിലനിൽക്കുന്നു. സർക്കാരും പറയുന്നു അവ്യക്തതയുണ്ട്, ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സർക്കാർ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്, അതിനുശേഷം നിലപാട് പ്രഖ്യാപിക്കാമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്യുന്നു. അതേസമയം നിയമമന്ത്രി പറയുന്നത് സർക്കാർ സംരക്ഷണയിൽ സ്ത്രീകളെ തൽക്കാലം കയറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആ തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ വിധിയെ നോക്കിക്കാണുന്നത്? ഏത് തരത്തിൽ അത് വിശ്വാസികൾക്ക് അനുകൂലമാണെന്ന് താങ്കൾ കരുതുന്നു? അല്ല, മുഖ്യമന്ത്രിക്ക് ഈ വിധി സംബന്ധിച്ച് അവ്യക്തതയുണ്ട് എന്ന് പറയുന്നു. എന്നാൽ കേരളത്തിൻ്റെ നിയമവകുപ്പ് മന്ത്രി ശ്രീ AK ബാലൻ അല്പം മുമ്പ് പറഞ്ഞത് പോലീസ് സംരക്ഷണയിൽ അവിടെ വനിതകളെ കയറ്റാൻ ഗവൺമെൻറ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം
മുഖ്യമന്ത്രിക്ക് വ്യക്തമായി എന്ന് പറയാനുള്ളൊരു ജാള്യത ഉള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ നിയമവകുപ്പ് മന്ത്രിയെ കൊണ്ട് അത് പറയിപ്പിച്ചത്. അത്രയും നല്ല കാര്യം, ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ 7 ഭരണഘടനാ ബെഞ്ചിന് പുനഃപരിശോധനാ ഹർജി വിട്ടതോടുകൂടി ഇത് രാവിലെ 10:30 മുതൽ തീർച്ചയായും ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഇത് പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തിരുന്ന എല്ലാ വിദഗ്ധന്മാർ ഉൾപ്പെടെയുള്ളവരും അല്ലാത്തവരും അതുപോലെ ഭക്തജനങ്ങളും ഭക്തരല്ലാത്തവരും വിശ്വാസികളും എല്ലാം ഒരുപോലെ ഒരു ദീർഘനിശ്വാസത്തോടു കൂടിയാണ് ഈ വിധിയെ കാണുന്നതും അത് സ്വാഗതം ചെയ്തതും. യു.ഡി.എഫ് പരിപൂർണമായും ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഒരു സർവത്ര ഒരു അംഗീകാരവും ഒരു സമാധാന അന്തരീക്ഷവും യഥാർത്ഥത്തിൽ ശബരിമല എന്ന ആ ധ്യാന ഭൂമി ഒരു സംഘർഷ ഭൂമിയായി ഇനിയും മാറില്ല എന്നുള്ള ഒരു പ്രത്യാശയും പ്രതീക്ഷയുമാണ് ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. പിന്നെ എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചിട്ടില്ല, ഈ ഏഴ് കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞല്ലോ. അതൊക്കെ 1 by 1 ആയിട്ട് വരും ദിവസങ്ങളിലും വരും നാളുകളിലും ചർച്ച ചെയ്യപ്പെടുകേണ്ടതും പഠനാർഹവും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളുമൊക്കെയാണ്. പക്ഷേ അതൊന്നും ഒരു തടസ്സമാകാതെ തന്നെ ഭക്തർ ആഗ്രഹിച്ചതുപോലെ, കാരണം 2018 സെപ്റ്റംബർ 28 മുതൽ ഇന്നലെ വരെ യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ ഭക്തരല്ലാത്തവരുടെയും മനസ്സിൽ സത്യം പറഞ്ഞാൽ നെഞ്ചിൽ നെരിപ്പോട് വെച്ചതുപോലെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനൊരു ഒരു യഥാർത്ഥത്തിൽ ഒരു കൊടിയ വരൾച്ചയിൽ ഒരു കുളിർ മഴ പെയ്ത ഒരു അന്തരീക്ഷമാണ്, ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സെപ്റ്റംബർ 28 വിധിക്ക് സ്റ്റേ ഇല്ല. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് കോടതി വിധി അതുപോലെ അനുസരിക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന പുതിയ കണക്കനുസരിച്ച് ഏതാണ്ട് 45ഓളം സ്ത്രീകൾ ഓൺലൈൻ വഴി അപേക്ഷ നൽകി കഴിഞ്ഞു ശബരിമലയിൽ കയറാൻ എന്നാണ്. ആരെങ്കിലും ഒരാൾ പോലീസ് കോടതിയുടെ പക്കൽ പോലീസ് സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട ഉത്തരവുമായി ചെന്നു കഴിഞ്ഞാൽ സർക്കാരിന് അത് ചെയ്തു കൊടുത്തേ പറ്റൂ. അത് കോടതി വിധിയാണ്. അപ്പോൾ ആ തരത്തിൽ താങ്കൾ പറയുന്നത് പോലെ വല്ലാതെ ആശ്വസിക്കാനുള്ള സമയമായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ കോടതി വിധി ആ ആശ്വാസം നൽകുന്നുണ്ടോ? അല്ല, അതായത് മുഖ്യമന്ത്രിക്ക് ഇങ്ങനല്ലേ പറയാൻ പറ്റൂ. അദ്ദേഹം ഇതിനു വേണ്ടി, കാരണം ഈ സെപ്റ്റംബർ 28 വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആയിരക്കണക്കിന് പോലീസുകാരെ അണിനിരത്തിക്കൊണ്ട് ശബരിമല സ്ത്രീകളെ കയറ്റുന്നതിന് വേണ്ടി ഒരു കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ ആവേശം കാണിച്ച മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഇങ്ങനെയല്ലേ പറയാൻ കഴിയൂ. അദ്ദേഹത്തിന് കുറേ സമയം കൊടുക്കുക. ആ സമയത്തിനുള്ളിൽ അദ്ദേഹം ഇപ്പോഴത്തെ നിജസ്ഥിതി മനസ്സിലാക്കി അത് ഗവൺമെന്റിന് നിർദ്ദേശം നൽകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് വിശ്വസിക്കാം. പിന്നെ ഈ 40 സ്ത്രീകൾ ഇപ്പോൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു എന്ന് പറയുന്നത് 40 ഭക്തരല്ലല്ലോ. ഇവിടെ രഹന ഫാത്തിമയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, പോലീസ് യൂണിഫോമിൽ കുറേ പോലീസുകാരുടെ സംരക്ഷണയിൽ വേഷപ്രച്ഛന്നരായി ആണോ ഒരു പുണ്യസങ്കേതത്തിൽ പോകേണ്ടത്? ഇവരൊക്കെ ഭക്തന്മാർ. അവിടെ ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടല്ലോ, അവിടെ സ്ത്രീകളെ തടയുന്നില്ലല്ലോ, ഭക്തരായ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുണ്ടല്ലോ. അപ്പോൾ പിന്നെ ജെൻഡർ ഇക്വാളിറ്റിയുടെ പ്രശ്നമല്ല. ലോകത്തെ തന്നെ ഏറ്റവും വലിയ സെക്കുലർ തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് ശബരിമലയാണ്. അവിടെ പാർട്ടിയില്ല, അവിടെ മതങ്ങൾ പ്രശ്നമല്ല, അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. പക്ഷേ ശബരിമലയിലെ ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായി ഒരു നിശ്ചിത പ്രായപരിധിയിലുള്ള സഹോദരിമാർക്ക് അവിടെ പ്രവേശനമില്ല എന്ന് മാത്രമാണ്. അതിനെ കേരളത്തിലെ ബഹുഭൂരിപക്ഷമല്ല, കേരളത്തിലെ മുഴുവൻ അമ്മമാരും സഹോദരിമാരും അത് അംഗീകരിക്കുന്നുമുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കോലാഹലം സൃഷ്ടിച്ച് ഇവിടെ ഒരു രക്തപ്പഴി ഒഴുക്കാൻ എന്തിനാണ് ഒരു ഗവൺമെന്റ് ശ്രമിക്കുന്നത്? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം വിശ്വാസികളെയും അവിശ്വാസികളെയും ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ, അവരുടെ വികാരം മാനിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. പിന്നെ കോടതി വിധി അംഗീകരിക്കും എന്ന് പറയുന്നതിൽ ഒരു പുതുമയൊന്നുമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപനം നടത്തിയാൽ ഇന്ത്യയിലെ മുഴുവൻ ഗവൺമെന്റുകളും അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. പറഞ്ഞതുപോലെ ഇപ്പോൾ അതേപടി വിധി നിലനിൽക്കുന്നു. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം സർക്കാരും CPM-ഉം ഒക്കെ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് വിശ്വാസികൾക്കൊപ്പമെന്ന് അവർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് മുഖ്യമന്ത്രി കുറേ സമയമെടുത്തു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. അപ്പോഴും അദ്ദേഹം പറഞ്ഞു വെച്ചത്
ഇതുവരെ വ്യക്തമായിട്ടില്ല കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വിധി നടപ്പാക്കുമെന്ന് പറയുമ്പോഴും എന്തോ ഒരു സാവകാശം അല്ലെങ്കിൽ എന്തോ ഒരു പിന്നോട്ട് പോക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. നിയമമന്ത്രിയും പറയുന്നു ഇനി പോലീസ് സുരക്ഷയിൽ സർക്കാർ മുന്നിട്ടിറങ്ങിയ യുവതികളെ ശബരിമലയിൽ കയറ്റില്ല എന്ന്. ഈ കോടതി വിധിയോടെ, ഈ പുനഃപരിശോധനാ ഹർജി അനുവദിച്ചതോടെ ഇക്കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തും ഒരു പിന്നോട്ട് പോക്ക് ഈ വിഷയത്തിൽ ഉണ്ടായി. കഴിഞ്ഞ വർഷത്തെ അതേ സാഹചര്യമല്ല, കുറച്ചുകൂടി സമാധാനപരമായി കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകും എന്ന രീതിയിൽ പോകുന്നുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ? അല്ല, സർക്കാരിൻ്റെ ഭാഗത്ത് പിന്നോട്ടേക്ക് പോക്കുണ്ടായി എന്ന് പറയുന്നത് ശരിയല്ല. ഒന്ന്, സർക്കാർ ചെയ്യേണ്ടത് ഇതായിരുന്നു. കഴിഞ്ഞ തവണ സർക്കാർ ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായ ധൃതി കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ മൂലയിൽ കിടന്ന കോടാലി എടുത്തിട്ട് സ്വന്തം കാലിൽ ഇടുന്ന ഒരു അനുഭവം ഉണ്ടാക്കിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സംഭവിച്ച പരാജയത്തിൻ്റെ കാരണം ഇത് പ്രധാനപ്പെട്ട. കാരണം സർക്കാരിനോട് അവിടെ ശബരിമലയിലേക്ക് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളെ കയറ്റി അവിടെ പ്രവേശനം കൊടുക്കണം എന്ന് സുപ്രീം കോടതി വിധിയിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കാതെ സർക്കാരിൻ്റെ പോലീസ്, സർക്കാരിന് അനുമതിയോട് കൂടിയിട്ടായിരിക്കും പോലീസ് ചെയ്തത് എന്താണ്, അവിടേക്ക് വേഷം മാറിയിട്ടും മറ്റും സ്ത്രീകൾ പോലീസ് വേഷത്തിൽ പോലും പോലീസിൻ്റെ ഹെൽമെറ്റ് കൊടുത്തിട്ടും മറ്റും അവിടേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുന്ന ചുമതലയാണെന്ന് പോലീസ് എടുത്തത്. അതൊരു അനാവശ്യ പിടിവാശിയായിരുന്നു. ഒരിക്കൽ അവിടെ ധാരാളം ആളുകൾക്ക് പോകുന്ന ആളുകളെ ബലം പ്രയോഗിച്ച് തടയുകയോ നിയമം കയ്യിലെടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് സ്വാഭാവികമായിട്ടും എടുക്കേണ്ട ചില നടപടികളുണ്ടല്ലോ, അതെടുക്കണം. അത് പോലീസിന് എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അതിന് പകരം അവിടെ കൊണ്ടുപോയി കനകദുർഗയെയും ബിന്ദുവിനെയും എന്തിനാണ് അവിടേക്ക് ഒളിവിലൂടെ ഈ ഇരുട്ടിൻ്റെ മറവിൽ കയറ്റിയത്? അത്തരം കുറേ തെറ്റുകൾ സംഭവിച്ചു. ആ തെറ്റ് ഇത്തവണ ആവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ചില കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ട് എന്ന് പറയുന്നത് ഈ വിധി, ഇപ്പോൾ ഈ വിധി സ്റ്റേ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള പല അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. വിധി ഉണ്ട് എന്നുള്ള അന്നത്തെ വിധിയിൽ ഒരു സ്റ്റേയും ഉണ്ടായിട്ടില്ല എന്ന് കോടതി വളരെ വ്യക്തമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ ഇനി ഇത് സർക്കാർ ഇങ്ങനെ എടുത്ത് ചാടിയിട്ട് ഇതിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നതിന് പകരം സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്ന ഞാൻ വിചാരിക്കുന്നത് ഒരു നിലയ്ക്കും സ്ത്രീകൾ അവിടെ കയറ്റി വിടാത്ത സ്ത്രീകളെ കൊണ്ടുപോകുന്നൊരവസ്ഥ, സർക്കാരിൻ്റെ മുൻകൈയിൽ അവിടെ കൊണ്ടുപോകുന്നൊരവസ്ഥ ഇല്ലാതിരിക്കും. സ്ത്രീകൾ സ്വമേധയാ പോകുന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും തടയുന്നുണ്ടെങ്കിൽ, ഇപ്പം തടയാൻ തയ്യാറായിട്ട് വരുന്ന കുറേ പേരുണ്ടാവല്ലോ ഭക്തർ എന്നുള്ള പേരിൽ, അപ്പോൾ അവർ തടഞ്ഞിട്ട് വല്ല ഈ ക്രമസമാധാന പ്രശ്നവും ഉണ്ടെങ്കിൽ സർക്കാർ സ്വാഭാവികമായിട്ട് ഇടപെടും. ഇതാണ് ഉണ്ടാകാൻ പോകുന്ന കാര്യം. അതല്ല സർക്കാർ കഴിഞ്ഞ തവണ സംഭവിച്ച പോലെ കഴിഞ്ഞ തവണ വരുത്തി വെച്ച പോലത്തുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല. പിന്നെ ഈ വിധി ഇപ്പോൾ പന്തളം സുധാകരനൊക്കെ കുളിർമഴ പെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ വിധി കോടതി സ്റ്റേ ചെയ്തില്ല. അന്നത്തെ വിധി ഇപ്പോഴും ഉണ്ട്, അത് സ്റ്റേ ചെയ്തിട്ടില്ല. അതിലെ ഒരു പരാമർശം പോലും എടുത്ത് നീക്കിയില്ല. ആകെ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിവിഷൻ പുനഃപരിശോധന ഹർജികളിൽ വന്നിട്ടുള്ള ചില വാദങ്ങൾ, ചില കാര്യങ്ങൾ, ഇത് മറ്റു ചില സമുദായങ്ങളിൽ ഇങ്ങനെയുണ്ട്. അവിടെ പള്ളി പ്രവേശനമില്ല, അവിടെ പാഴ്സി ഇതിൽ അന്യ സമുദായത്തിൽ നിന്നും വിവാഹം കഴിച്ച സ്ത്രീകൾക്ക് അവിടെ അവരുടെ പാഴ്സി ആരാധനാലയങ്ങളിൽ പോകാൻ പറ്റും. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി മൊത്തമായി പരിഗണിച്ച്, അതായത് ഈ മതങ്ങളിലെ നിയന്ത്രണവും ഈ ഭരണഘടനാപരമായിട്ടുള്ള ആളുകളുടെ അവകാശവും നമ്മളുടെ ഒരു തുല്യത, തുലനം ചെയ്യൽ ഉണ്ടാകണം. എന്നിട്ട് വേണം ഈ വിധിയിൽ ഒരു തീർപ്പ് കൽപ്പിക്കലെന്ന് അവരുടെ അവസാന വിധി ഉണ്ടാവേണ്ടതാണ് പറഞ്ഞത്. അല്ലാതെ ഇത് വിശ്വാസികൾക്ക് അനുകൂലമായിട്ട് എന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശവും കോടതിയുടെ ഭാഗത്തുണ്ടായില്ല. വിശ്വാസികൾക്ക് അനുകൂലമാണ്, കോൺഗ്രസ്സുകാർ പറയുന്ന തരത്തിലുള്ള വിശ്വാസികൾക്ക് അനുകൂലമായിട്ടൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. വിധി വളരെ കൃത്യമാണ്, ഒരു വ്യക്തത. കാരണം ഭരണഘടനാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അതെല്ലാ സമുദായങ്ങൾക്കും ബാധ്യത എല്ലാ സമുദായങ്ങൾക്കും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർക്കൊക്കെ ഇതുമായിട്ട് പിന്നെ ഇക്കാര്യത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം കൂടി ഒരൊറ്റ രീതിയിൽ രാജേഷ്, കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പഴി കേട്ടതാണ് ഈ വിധി നടപ്പിലാക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ. പിന്നീട് ആ തരത്തിൽ തിരുത്തുകയും ചെയ്ത് വിശ്വാസികൾക്കൊപ്പം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് ശബരിമല വിധി നടപ്പിലാക്കുന്നതിൽ കുറച്ചുകൂടി സാവകാശമാകാമായിരുന്നു എന്ന ബോധ്യം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു. പാർട്ടിയിൽ ചിലർക്കെങ്കിലും ആ രീതിയിൽ പറയുകയും ആ രീതിയിൽ തെറ്റ് സമ്മതിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. വീടുകളിൽ പോയി ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു പാർട്ടി അടക്കം. ഈ വിധി ഇപ്പോൾ ഈ തരത്തിൽ വന്നതിന് ശേഷം ഒരു പൊതുധാരണ ഉണ്ടാക്കേണ്ടതുണ്ട് സമൂഹത്തിൽ. അതിനുള്ള മുൻകൈ സർക്കാർ എടുക്കുമോ? കുറച്ചുകൂടി ആളുകളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒരു സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് ഇതെങ്ങനെ കൈകാര്യം ചെയ്യും എന്ന രീതിയിൽ
നേരത്തെ പ്രതിപക്ഷ നേതാവൊക്കെ ആവശ്യപ്പെട്ടതുപോലെ ആദ്യ വിധി വന്നപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുമോ? വിശ്വാസികളുടെ വിശ്വാസം ആ തരത്തിൽ സംരക്ഷിക്കാൻ ഈ വിധിയുടെ പശ്ചാത്തലത്തിലെങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ടല്ലോ ഇനിയും ഈ ഹർജിയുമായി പോയവർ, അതിനുള്ള സമയവുമുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഒരു സാവകാശം ഇക്കാര്യത്തിൽ സർക്കാർ എടുക്കുമോ എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമായി മാറുകയാണ്. അല്പം സമയം എനിക്ക് തരണം. കാരണം നേരത്തെ സംസാരിച്ചവരെല്ലാം പറഞ്ഞ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലൊരു വ്യക്തത ആദ്യം വരുത്തേണ്ടതുണ്ട്. പന്തളം സുധാകരൻ ഒരു കവിയൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുളിർമഴ പെയ്യുന്നു തുടങ്ങിയിട്ടുള്ള രൂപകങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷെ ആ കുളിർമഴയിൽ വളരെ വളരെ ഒരു തരം വില കുറഞ്ഞ നീചമായിട്ടുള്ള രാഷ്ട്രീയം കൂടി അങ്ങ് ഒഴുക്കി വിടാൻ ശ്രമിക്കരുത്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ? ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മാറ്റി പറയാനുള്ള മടി കൊണ്ട് നിയമമന്ത്രിയെ ഏൽപ്പിച്ചതായിരിക്കും. കഴിഞ്ഞ തവണ വിധി വന്നപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ മുഖ്യമന്ത്രി ചാടി വീണ് ആവേശം കാണിച്ചു. ശ്രീ പന്തളം സുധാകരന് ഓർമ്മയ്ക്ക് തകരാറൊന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ തവണ വിധി വന്നപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാവരും സ്വാഗതം ചെയ്തു എന്ന കാര്യം ഓർമ്മിക്കണം. രമേശ് ചെന്നിത്തല സ്വാഗതം ചെയ്ത ബൈറ്റ് നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടായിരിക്കും. ടെലിവിഷൻ ചാനലുകളുടെ എല്ലാം കയ്യിലുണ്ട്. എത്ര തവണ നിങ്ങൾ കാണിച്ചതാണ്. ശ്രീധരൻപിള്ള അന്ന് കുമ്മനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരായാലും അന്നത്തെ BJPയുടെ പ്രസിഡന്റ് ശ്രീധരൻപിള്ളയാണ് സ്വാഗതം ചെയ്തത്. നമ്മളെല്ലാം ഓർക്കുന്നുണ്ട്. എല്ലാവരും ആദ്യം സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെല്ലാം മലക്കം മറിഞ്ഞതും നിലപാട് മാറ്റിയതും. അപ്പൊ മുഖ്യമന്ത്രി പ്രത്യേകമായിട്ടുള്ള ആവേശമല്ല കാണിച്ചത്. എല്ലാവരും യോജിച്ച, എല്ലാവരും സ്വാഗതം ചെയ്ത ഒരു വിധി, കോടതിയുടെ വിധി നടപ്പാക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം മാത്രമാണ് മുഖ്യമന്ത്രി നിറവേറ്റിയത്. പിന്നെ വേറൊരു കാര്യം ഇവിടെ സുധാകരൻ പറഞ്ഞത്, പന്തളം സുധാകരൻ പറഞ്ഞത്, മുഖ്യമന്ത്രി ഇപ്പോ കോടതി വിധി നടപ്പാക്കും എന്നൊക്കെ പറഞ്ഞതിൽ വലിയ പുതുമയൊന്നുമില്ല എന്നാണ്. ഇതെന്ത് പുതുതായിട്ടാണോ പറഞ്ഞത്? ഇതേ പന്തളം സുധാകരൻ തന്നെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി കോടതി വിധി നടപ്പാക്കിയതിനെ എതിർക്കുകയും ചെയ്യുന്നു. ആദ്യം പറയുന്ന കാര്യത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കണ്ടേ? നിങ്ങൾ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, കോടതി വിധി നടപ്പാക്കാനല്ലേ പറ്റൂ എന്ന് ഇപ്പൊ പറയണം. ഇപ്പോൾ പറയുന്ന അതേ പന്തളം സുധാകരൻ പക്ഷെ 2 കൊല്ലം മുമ്പ് കഴിഞ്ഞ കൊല്ലം വിധി വന്നപ്പോൾ മുഖ്യമന്ത്രി കോടതി വിധി നടപ്പാക്കില്ല എന്ന് പറയണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ കാപട്യം വെളിവാക്കുന്നത്. നിങ്ങൾ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ കാപട്യം കൊണ്ടാണ്. നിങ്ങൾക്ക് അവസരവാദകരമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് ഒറ്റ ശ്വാസത്തിൽ പറയേണ്ടി വരുന്നത്. ഒറ്റ ശ്വാസത്തിലല്ലേ രണ്ടും പറഞ്ഞത്. ഇപ്പോ പിന്നെ ഇവിടെ BJPയുടെ നേതാവ് സുരേന്ദ്രൻ പറഞ്ഞത് സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പമാണ് എന്നാണ്. എന്നാൽ അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇന്നത്തെ സുപ്രീം കോടതി വിധിയിൽ ഒരിടത്തും സർക്കാർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയതായിട്ടോ നേരത്തെ പന്തളം സുധാകരൻ പറഞ്ഞതുപോലെ സർക്കാർ അതിരുവിട്ട് പ്രവർത്തിച്ചതായിട്ടോ അമിതാവേശം കാണിച്ചതായിട്ടോ കോടതി കുറ്റപ്പെടുത്തുകയോ അത്തരമൊരു പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ 2 കൂട്ടരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ പറയുകയാണ്, ന്യൂനപക്ഷ വിധിയിൽ ഈ കോടതി വിധി തെരുവിലാളെ കൂട്ടി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റപ്പെടുത്തലുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് അത്തരം കുറ്റപ്പെടുത്തലില്ല. അപ്പൊ സർക്കാരല്ല കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. രാജേഷ് കാഞ്ഞൂർക്കർ പറഞ്ഞിട്ടുണ്ട്, ഈ വിധി നടപ്പിലാക്കുമ്പോൾ ഒരു മതത്തിലുള്ള എല്ലാ വിഭാഗങ്ങളുടെ കാര്യം കൂടി പരിഗണിക്കണം, എന്നിട്ട് വേണം നടപ്പിലാക്കാൻ എന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട് അദ്ദേഹം. അത് പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിയമവിദഗ്ധർ പലരും. ആയിക്കോട്ടെ, പക്ഷേ സർക്കാർ എന്തെങ്കിലും അമിതാവേശമോ അല്ലെങ്കിൽ തെറ്റായ സമീപനമോ എടുത്തു എന്ന് പരാമർശമുണ്ടോ? ഇല്ല. വളരെ സ്പെസിഫിക് ആയിട്ട് അപ്പുറത്ത് പരാമർശം ഈ തെരുവിൽ സമരം നടത്തി വിധി അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചുണ്ട്. അല്ലാതെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പരാമർശവും വിധിയിലില്ല. എല്ലാവരുടെയും വിശ്വാസം നേടണം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ നേടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ? നേടാൻ സർക്കാർ ശ്രമിക്കാത്തത് വീഴ്ചയായി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ മറുഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് സമരം നടത്തിയത്. ഏതുപോലെ അയോധ്യയിൽ പള്ളി പൊളിച്ചത് തെറ്റായി എന്ന് അയോധ്യ കേസിന്റെ വിധിയിൽ കോടതി പറഞ്ഞതുപോലെ ഗുരുതരമായ നിയമലംഘനവും അപലപനീയവുമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ കാര്യത്തിൽ സർക്കാരിനെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഈ 3 കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തണം. ഇവിടെ CPM എന്തോ നിലപാട് തിരുത്തി. രാജേഷ്, വളരെ പെട്ടെന്ന് നമുക്ക് ആ കാര്യത്തിൽ ഉത്തരം പറയാൻ സമയം തരാം.
ശ്രീ കെ സുരേന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ നിലപാട്, നിയമമന്ത്രിയുടെ നിലപാട് രണ്ടും പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ. ഇപ്പോൾ തൽക്കാലം കോടതി വിധിയിൽ വ്യക്തത വരുന്നിടം വരെ സ്ത്രീകളെ കയറ്റേണ്ടതില്ല എന്ന ഏതാണ്ടൊരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് ആവർത്തിച്ച് പറയുന്നുണ്ട്, കോടതി വിധി എന്തായാലും നടപ്പിലാക്കും വ്യക്തത വന്നതിന് ശേഷം. നിയമമന്ത്രി പറയുന്നു സർക്കാർ സംരക്ഷണയിൽ സ്ത്രീകളെ കയറ്റുകയില്ല. പക്ഷേ കോടതി ഈ പറഞ്ഞതുപോലെ ഈ വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ സുരക്ഷ ആവശ്യപ്പെടുകയും സർക്കാർ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യതയുള്ളപ്പോൾ എങ്ങനെ വിശ്വാസികൾക്ക് ആശ്വാസമായി അല്ലെങ്കിൽ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയായി ഇത് മാറും? അല്ല, ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു വാചകം ഞാൻ ശ്രീ എം പി രാജേഷ് പറഞ്ഞതിന്റെ മറുപടിയായിട്ട് എനിക്ക് പറയാനുണ്ട്. വല്ലാതെ നമ്മൾ ന്യൂനപക്ഷ വിധിയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് 2018 സെപ്റ്റംബർ 28 വളരെ പ്രസക്തമായിട്ടുള്ള വളരെ വാലിഡ് പോയിന്റ്സ് പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യൂനപക്ഷ വിധി ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് ആരും ചർച്ച ചെയ്തില്ല. പിന്നെ വയലൻസിനെ കുറിച്ച് ന്യൂനപക്ഷ വിധിയിൽ ഒരു ജഡ്ജി പരാമർശിച്ചു എന്നാണ്. അതിന്റെ അനൗചിത്യവും ഇന്ന് നിയമവൃത്തങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേസിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ടാണ് ഭൂരിപക്ഷ വിധി എഴുതിയ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾ വിധി എഴുതിയതെങ്കിൽ അതിനപ്പുറത്തേക്ക് പത്രവാർത്തകളുടെയും മറ്റ് വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പോവേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായവും ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ന്യൂനപക്ഷ വിധി ന്യൂനപക്ഷ വിധി തന്നെയാണ്, അത് അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, AK ബാലന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ, സർക്കാർ ഇനി ആരെയും പോലീസ് സംരക്ഷണയിൽ മല കയറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പച്ച മലയാളം? രഹ്ന ഫാത്തിമയെ കയറ്റിയത് സർക്കാരാണ്, ബിന്ദുവിനെയും അമ്മിണിയെയും കയറ്റിയതും സർക്കാരാണ്. കാരണം ആംബുലൻസിൽ കൊണ്ടുപോയി 2:30 മണിക്ക്, രാത്രി 11 മണിക്ക് നടയടച്ചതിന് ശേഷം രാത്രി 2:30 മണിക്ക് നവോത്ഥാന മതിൽ കഴിഞ്ഞതിന് ശേഷം അവർ കൊണ്ടുപോയി കയറ്റി എന്നുള്ളത്. എന്നിട്ട് മാത്രമല്ല 51 പേരെ ഞങ്ങൾ കയറ്റി എന്ന് ദേവസ്വം ബോർഡിൻ്റെതായിട്ടുള്ള പത്രക്കുറിപ്പും പുറത്തിറങ്ങി. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ നവോത്ഥാന മതിലിന് ശേഷം വനിതകളെ കയറ്റിയത് തെറ്റായിപ്പോയി എന്നൊരു ഘട്ടത്തിൽ സമ്മതിച്ചവരാണ് CPIM. എനിക്ക് അറിഞ്ഞുകൂടാ, MP രാജേഷ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തെറ്റ് സമ്മതിച്ച് വീടാന്തരം കയറി ഇറങ്ങി മാപ്പാക്കണേ എന്ന് യാചിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വിശ്വാസികൾ കയർക്കുന്നതൊക്കെ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ള എല്ലാത്തിലും കാണിച്ചതാണ്. പിന്നെ ഇപ്പോഴെങ്ങനെയാണ് ഈ കോന്നിയിലും ഇവിടെയും ജയിച്ചതുകൊണ്ടാണോ ഇപ്പം ഞങ്ങൾ അങ്ങനെയൊന്നും തെറ്റേറ്റ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സുപ്രീം കോടതി ആരോടും നിങ്ങൾ രഹ്ന ഫാത്തിമയെ കൊണ്ടുവരണമെന്നോ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന് പറയുന്ന വളരെ പർപ്പസ്ഫുള്ളി ഇത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടായ്മയ്ക്ക് പോലീസ് സംരക്ഷണം കൊടുക്കണമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഇന്നത്തെ റിവ്യൂ പെറ്റീഷനിൽ പ്രബലമായിട്ടുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ആരാണ് ഇത്തരം കാര്യങ്ങളിൽ മുൻകൈ എടുക്കേണ്ടത്? അവർക്ക് എന്താണ് അവകാശം? ഇതെല്ലാം ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇപ്പോഴും ആ ഒരു നിലയിലാണ് പോകുന്നതെങ്കിൽ ഈ വിധിയുടെ അന്തസ്സത്ത അവർ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. അന്തസ്സത്ത മനസ്സിലാക്കുന്നതാണ് സർക്കാരിന് ഉചിതം. ജനങ്ങളതാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട സാധാരണക്കാരും വിശ്വാസികളും അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഈ വിധി സ്റ്റേ ചെയ്തിട്ടില്ല, ഞങ്ങൾ കോടതി വിധി അങ്ങ് നടപ്പാക്കി കളയും. അങ്ങനെയാണെങ്കിൽ നാഷണൽ ഹൈവേയുടെ കോടതി വിധി നടപ്പാക്കിയിരുന്നോ? ഈ എത്ര കോടതി വിധി പെൻഡിംഗ് ആണ് കേരളത്തിൽ? അതിനുവേണ്ടി എന്തെല്ലാം സമരങ്ങൾ ഇവിടെ നടക്കുന്നു ജനങ്ങളുടെ. അതൊന്നും കാണിക്കാത്ത തിടുക്കം ഇതിൽ കാണിച്ചത് തെറ്റായിപ്പോയി എന്ന് ഒരിക്കൽ ബോധ്യപ്പെട്ട പാർട്ടി വീണ്ടും ഞങ്ങളുടെ നിലപാടൊന്നും മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ടെലിവിഷൻ ചാനലിലെ തർക്കത്തിൽ വിജയിക്കാൻ അത് ഉപകരിക്കുമായിരിക്കും. പക്ഷേ വസ്തുതകൾ അതിനോട് യോജിക്കില്ല എന്ന് ഞാൻ ശ്രീ രാജേഷിനെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ പന്തളം സുധാകരൻ, താങ്കൾ പറഞ്ഞു വെച്ച കാര്യം കുളിർമഴയാണ് ഈ വിധി എന്നൊക്കെ പറഞ്ഞതാണ് മറ്റുള്ളവരെല്ലാം എതിർത്ത് പറഞ്ഞത്. അങ്ങനെ ഒരു കുളിർമഴയുള്ള കാര്യമൊന്നും ഈ വിധിയിൽ സംഭവിച്ചിട്ടില്ല. സർക്കാർ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് വിധി ഈ പറഞ്ഞതുപോലെ പഠിച്ച് കാര്യങ്ങൾ വ്യക്തമായി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്ത്രീകളെ കയറ്റാൻ അവർ വീണ്ടും സുരക്ഷ ഒരുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതെങ്ങനെ കുളിർമഴയാകുമെന്നാണ് മറ്റുള്ള അതിഥികൾ ചോദിക്കുന്നത്. അല്ല, അപ്പം ഞാൻ ഒരു പൊതുപ്രവർത്തകനും ഒരു വിശ്വാസിയുമാണ്. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞാനവിടെ രക്തപ്പഴ ഒഴുകണം എന്ന് പറയാൻ പാടുണ്ടോ? ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു വിശ്വാസിക്ക് വിശ്വാസമില്ലാത്തവർക്കും സമാധാന അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാകണം. ഇതിപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ കേരളം മുഴുവൻ മാത്രമല്ലല്ലോ, ദേശീയ തലത്തിലും ഇന്ത്യക്ക് പുറത്തു പോലും പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിഷേധം ആളിക്കെത്തിക്കുന്ന ഒരു സമീപനം ഒരു ഗവൺമെൻറ്റും എടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബഹുമാന്യായ ശ്രീ MP രാജേഷ് ഇവിടെ സൂചിപ്പിച്ചു,
മുഖ്യമന്ത്രി സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മുമ്പ് നടപ്പാക്കാത്തതിലാണ് ഞാൻ കുറ്റപ്പെടുത്തിയത്. അങ്ങനെയല്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അതിൻ്റെ ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ സുപ്രീം കോടതിയുടെ വിധി, ഏത് കോടതിയുടെ വിധി നടപ്പാക്കുമെന്നേ പറയാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞ അതല്ല. ആ വിധി അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതേ ഭരണഘടനാ പദവി വഹിക്കുന്ന ആൾക്കും മറ്റൊരു ഉത്തരവാദിത്തമുള്ളത് ജനങ്ങളുടെ ട്രെൻഡ്, ജനങ്ങളുടെ വികാരം അത് മനസ്സിലാക്കി തെറ്റിദ്ധരുത്തുന്നതിന് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടോ? കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ നിയമനിർമ്മാണം നടത്തിയത്. ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ സുപ്രീം കോടതിയും പരമോന്നത നീതി പീഠങ്ങളും വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒരു പിഴവുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് സ്വാഭാവികമാണല്ലോ. ഇവിടെ തന്നെ ഈ സെപ്റ്റംബർ 2018 സെപ്റ്റംബറിൽ ഉണ്ടായ ആ വിധിക്ക് ശേഷം യഥാർത്ഥത്തിൽ ഇവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എന്നൊക്കെ പറഞ്ഞു. ഭൂരിപക്ഷത്തിന് തന്നെയാണ് വാല്യൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ന്യൂനപക്ഷ വിധി ഉയർത്തി കാണിച്ചുകൊണ്ട് നമുക്ക് ഒരു ആശ്വാസം കൊള്ളാം. കാരണം അവിടെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലിക്കുന്നവർക്ക് ആശ്വാസം കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥ, ഈ 5 അംഗ ബെഞ്ച് 7 അംഗ ഭരണഘടന ബെഞ്ചിന് പുനർവിചാരണയ്ക്ക് വിട്ടിരിക്കുകയാണല്ലോ. അത് അപൂർവങ്ങളിൽ, ഞാൻ നിയമവിദഗ്ധനൊന്നുമല്ല, അപൂർവമായ ഒരു സംഭവമാണെന്നാണ് നിയമവിദഗ്ധരും പൊതുജനങ്ങളും മാധ്യമങ്ങളും പറയുന്നത്. അതെന്തുകൊണ്ടാണ്? സുപ്രീം കോടതിയിലെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരൊക്കെ മനുഷ്യരാണല്ലോ. അവർക്കും മാധ്യമങ്ങളിലൂടെ ജനഹിതം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ആ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിധി പ്രഖ്യാപനം വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു തീർച്ചയായും ഒരു അനുരണനം, അതിൻ്റെ ഒരു വികാരം തീർച്ചയായും ഗവൺമെന്റിനും ഉണ്ടാകണം. ഗവൺമെന്റ് എന്ന് പറയുന്ന മെഷീനറി ജനങ്ങൾ പജ്ജയും മാംസമുള്ള മനുഷ്യരാണല്ലോ നിയന്ത്രിക്കുന്നത്. അപ്പോൾ തീർച്ചയായും കേരളത്തിൽ നിലനിന്ന ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇവിടെ എല്ലാവരും സ്വാഗതം ചെയ്തിരിക്കുന്നു. ആ സ്വാഗതം ചെയ്തിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, സംഘർഷ ഭൂമി ആകരുത് എന്ന ഉത്തരവാദിത്തം. പിന്നെ മുഖ്യമന്ത്രിക്ക് പകരം പറഞ്ഞത് നിയമവകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഏതൊരു മന്ത്രി പറഞ്ഞാലും അത് ഗവൺമെന്റിന്റെ അഭിപ്രായമാണ്. ആ ഗവൺമെന്റിന്റെ അഭിപ്രായമല്ല, AK ബാലൻ പറഞ്ഞ അഭിപ്രായം ഗവൺമെന്റിന്റെ അല്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാത്തിടത്തോളം കാലം തീർച്ചയായും അത് ഗവൺമെന്റിന്റെ ഒരു നയമായി, ഗവൺമെന്റിന്റെ ഒരു വികാരമായി ജനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞങ്ങളത് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു നിലപാടാണെങ്കിൽ UDFന്റെ, കോൺഗ്രസിന്റെ, വിശ്വാസികളുടെ പൂർണ്ണമായ സഹകരണം ഈ ഗവൺമെന്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ സജീവൻ, ഇനി ഈ വിഷയം കുറച്ചുകൂടി വിശാലമായി പോവുകയാണ്. ഇപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ടും പാഴ്സി സ്ത്രീകളുടെ വിഷയവുമൊക്കെയായി സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ഈ ആരാധനാലയങ്ങളിൽ കയറാവുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തർക്കങ്ങളിൽ കോടതി തീർപ്പ് കൽപ്പിക്കാനായി പോവുകയാണ്. അപ്പോൾ ഇത് കേവലം നേരത്തെ ഉള്ളതുപോലെ ശബരിമല വിഷയം മാത്രമേ ഒതുങ്ങുന്നില്ല, എല്ലാ മതവിഭാഗങ്ങളെയും സ്വാധീനിക്കുന്ന തരത്തിലുള്ള കാര്യമായി മാറുമ്പോൾ അതിനോട് ഇനി രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ട അതുമായി ബന്ധപ്പെട്ട കോടതി പരാമർശങ്ങളോടും വിധിയോടുമൊക്കെ സമീപിക്കേണ്ട കാര്യങ്ങൾ മറ്റു തരത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തതുപോലെയുള്ള തിടുക്കവും മറ്റു കാര്യങ്ങളുമൊന്നും അവിടേക്ക് കൊണ്ടുപോകാനും പറ്റില്ല. ആ തരത്തിലൊരു പ്രതിസന്ധി നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുമൊക്കെ അഭിമുഖീകരിക്കാൻ പോവുകയല്ലേ? രാഷ്ട്രീയ നേതാക്കന്മാർ പെരുമാറേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ സുപ്രീം കോടതി പന്തളം പറഞ്ഞ എനിക്ക് അത്ഭുതം തോന്നി. നമ്മൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒന്ന്, സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച്, ഈ 7 അംഗ ഭരണഘടനാ ബെഞ്ചിന് ഇത് കൈമാറുന്നത് ജനങ്ങളുടെ ഈ വന്നിട്ടുള്ള പ്രതിഷേധം കണ്ടിട്ട് അത് ഭയന്നിട്ടൊന്നുമല്ല. അങ്ങനെ നമ്മൾ പറയരുത്. കാരണം ഇതിലെ പ്രശ്നം താങ്കൾ പറഞ്ഞ പോലെ ഇത് വെറും ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ച് കൈകാര്യം ചെയ്ത കേസ് കഴിഞ്ഞ 12 വർഷമായിട്ട് കൈകാര്യം ചെയ്ത, ഇപ്പോൾ അതിനുശേഷം റിവ്യൂ പെറ്റീഷൻ വന്നപ്പം മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കില്ല. അത് നമ്മൾ തെറ്റായി ധരിക്കുകയാണ്. എന്തുകൊണ്ട് 7 അംഗ ബെഞ്ചിന് കൊടുത്തു? കാരണം ഇവിടെ ഇത് റിവ്യൂ പെറ്റീഷനിൽ വന്നിട്ടുള്ള ഒരു പരാമർശം തന്നെ ഇവിടെ മുസ്ലിം സ്ത്രീകളിൽ, അത് ഒരു മുസ്ലിം വിഭാഗത്തിൽ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ സ്ത്രീകൾക്ക് പള്ളി പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പാഴ്സി സ്ത്രീകൾ, അവർ മറ്റ് മതവിഭാഗത്തിലുള്ള ആളുകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്ക് അവരുടെ ആരാധനാലയത്തിൽ കടക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ എല്ലാ മതവിഭാഗങ്ങളിലും ഇതേപോലെ സ്ത്രീകൾ വിവേചനം നേരിടുന്നുണ്ട്. ആ വിവേചനമല്ല, അത് അവിടെയുള്ള ആ മതങ്ങളിലുള്ള ചില നിയന്ത്രണങ്ങളാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശം വന്നുകൊണ്ട് അതുകൊണ്ട് ശബരിമല പ്രവേശനം, സ്ത്രീകളുടെ ശബരിമല പ്രവേശനം തടഞ്ഞതിനെ അത് തടയാൻ പാടില്ല, തടയേണ്ടതാണ് എന്നൊരു നിലപാടെടുത്തപ്പോൾ ഇതെല്ലാം കൂടി
എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് നേരിടുന്ന ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ അത് വിവേചനമാണോ അല്ലയോ എന്ന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 7-അംഗ ബെഞ്ചിന് കൊടുത്തത്. അല്ലാതെ ഈ 5-അംഗ ബെഞ്ച് കൈകാര്യം ചെയ്യാത്ത ചില കാര്യങ്ങൾ കൂടി ഈ ബെഞ്ചിന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പേടിച്ചിട്ട് കോടതിയെല്ലാം കൂടി ഓടി വേറെ ബെഞ്ചിലേക്ക് ഈ വിഷയം എടുത്തിട്ടു എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ ശരിയായി കോടതി 5-അംഗ ബെഞ്ച് എടുത്തിട്ടുള്ള നിലപാട് വളരെ കൃത്യമാണ്. അല്ല ഭൂരിപക്ഷ വിധി അതിൽ ഒരു കാര്യം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണമെന്നോ പ്രവേശിക്കേണ്ടതെന്നോ പറഞ്ഞാൽ ഇപ്പോൾ പ്രവേശിക്കേണ്ടതെന്നുള്ള വിധി ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഈ റിവ്യൂ പെറ്റീഷൻ തള്ളുകയാണെങ്കിൽ വരുന്ന പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ ഈ നിലപാടെടുക്കേണ്ടേ എന്ന് വരും. പാഴ്സി സ്ത്രീകളുടെ കാര്യത്തിൽ നിലപാടെടുക്കേണ്ടി വരും. ഇതേപോലെ ഓരോ മതവിഭാഗത്തിലെയും സ്ത്രീകളുടെ കാര്യത്തിൽ ഈ പ്രശ്നം അവിടെയും വിവേചനമല്ലെന്ന് വരും. അപ്പം ഇതെല്ലാം കൂടി ഒറ്റ കാര്യമായിട്ട് ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് പരിഗണിക്കേണ്ടതാണ് എന്നുള്ള ഒരു തികഞ്ഞ നിയമബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നീതി ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇതെടുത്തിട്ടുള്ളത്. അല്ലാതെ ആളുകൾക്ക് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പേടിച്ചിട്ടൊന്നുമില്ല. അത് വളരെ കൃത്യമായ നിലപാട്. ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നതോട് കൂടിയിട്ട് ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും കൂടി പരിഹരിക്കപ്പെടുകയാണ്. ഒന്നുകിൽ കോടതി പറയും ഇതെല്ലാം കൂടി പരിഗണിച്ചിട്ട് ഓരോ മതത്തിലുമുള്ള ഈ നിയന്ത്രണങ്ങൾ ഭരണഘടനയിൽ പറയുന്ന രൂപത്തിലുള്ള ഈ വിവേചനത്തിൽ വരുന്നതല്ല എന്ന് പറയും. അതല്ലെങ്കിൽ ഈ നിയന്ത്രണങ്ങളൊക്കെ വിവേചനത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ആ നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളയുന്ന പറയും. രണ്ട് കാര്യത്തിൽ വരും. ഇതെല്ലാവർക്കും ഇന്ത്യയിലെ മുഴുവൻ മതവിഭാഗങ്ങൾക്കും ബാധകമാകുന്ന ഒരു വിധിയായിട്ട് വരാൻ പോവുകയാണ്. അത് നമ്മളതിൻ്റെ നിയമപ്രശ്നത്തെ അത് നല്ല കാര്യമായിട്ടാണ് എടുക്കേണ്ടത്. അതല്ലാതെ അത് കോടതി പേടിച്ചോടി എന്നൊക്കെ രീതിയിൽ കണക്കാക്കേണ്ട കാര്യം. പിന്നെ അതല്ല, ഇത് വിശ്വാസികൾക്ക് അനുകൂലമായ വിധി എങ്ങനെ പറഞ്ഞു? ആ വിശ്വാസികൾക്ക് അനുകൂലമായിട്ട് വിധിയായിട്ടൊന്നും പറയുന്നില്ലല്ലോ. ഇവിടെയുള്ള ഒരു പ്രശ്നം ഈ കോടതി ഈ ശബരിമല പ്രശ്നത്തെ പൂർണ്ണമായിട്ടും അത് മാത്രമല്ലാത്ത എല്ലാ കാര്യങ്ങളും കൂടി എടുക്കാവുന്ന ഇന്ത്യയിലെ മൊത്തം സ്ത്രീകളുടെ പ്രശ്നം അവർ നേരിടുന്നത് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ്. അതല്ല ഇത് നിയമപരമായിട്ടുള്ള മതത്തിൻ്റെ നിയമത്തിൽ പെടുത്താവുന്ന നിയന്ത്രണം മാത്രമാണോ എന്ന കാര്യം അത് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകേണ്ട രീതിയുണ്ടല്ലോ. ശരി, അത് സ്വാഭാവികമാണ്. അതിനിടയിൽ ഈ പ്രശ്നം തടഞ്ഞിട്ടുമില്ല. അവിടെ സർക്കാരിനോട് ഈ വിധി നടപ്പാക്കാൻ കോടതി പറയുന്നില്ല. അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സർക്കാർ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറഞ്ഞിരുന്നു, മറ്റൊരു കാര്യത്തിൽ ഉത്തരം പറയാൻ ആരംഭിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കോടതി വിധി കുറച്ചുകൂടി പുനഃപരിശോധന ഹർജികളൊക്കെ കേൾക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കിയിട്ടുള്ളപ്പോൾ നേരത്തെ കഴിഞ്ഞ വിധിക്ക് ശേഷം സർക്കാർ സ്വീകരിച്ച തിടുക്കം, ആ രീതിയിൽ കേട്ട ആക്ഷേപം, അതൊക്കെ പരിഹരിക്കത്തക്ക രീതിയിൽ ഒരു പൊതുധാരണയുണ്ടാക്കി പൊതുസമൂഹത്തിന് ഈ വിഷയം ചർച്ച ചെയ്ത് ഈ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെയൊക്കെ വിളിച്ചു ചേർത്ത് ഒരു സർവകക്ഷി യോഗമൊക്കെ വിളിച്ച്, അന്ന് പ്രതിപക്ഷ നേതാവൊക്കെ ആവശ്യപ്പെട്ട കാര്യം അതായിരുന്നല്ലോ, BJPയും അത് ആവശ്യപ്പെട്ടിരുന്നു. ആ തരത്തിൽ ഇനി അവധാനതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ള സംശയം, എന്ത് രീതിയിലുള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അത് വിശ്വാസികൾ അത് ആഗ്രഹിക്കുന്നുമുണ്ട് കേരളത്തിൽ. നോക്കൂ, ഒന്ന് സർക്കാർ തിടുക്കം കാണിച്ചു എന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണത്, രാഷ്ട്രീയ ആരോപണമാണ്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിയമപ്രകാരം പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ സർക്കാർ സുപ്രീം കോടതിയുടെ വിധി രാജ്യത്തെ നിയമമാണെന്നിരിക്കെ ആ നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് തിടുക്കമാവുന്നത്, എങ്ങനെയാണ് അത് തെറ്റാവുന്നത്? സർക്കാർ എന്തോ അപരാധം ചെയ്തു എന്ന് പറയുന്നില്ല, എന്ത് ന്യായമാണുള്ളത്? ഇന്ന് മുഖ്യമന്ത്രി ഈ വിധി വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ കോടതി വിധിയിൽ പറയുന്നുണ്ട് ആ വിധി അതേപോലെ നിലനിൽക്കുന്നുവെന്ന്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നു അവ്യക്തതയുണ്ട്, ചില കാര്യങ്ങൾ ഇനിയും വ്യക്തമാകാനുണ്ട്. നിയമമന്ത്രി പറയുന്നു ഞങ്ങൾ ഈ തരത്തിൽ സ്ത്രീകളെ ഇനി പോലീസ് സംരക്ഷണയിൽ കേറ്റില്ല എന്ന്. അതേ നിലപാട് കഴിഞ്ഞ തവണ എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? ഇത്രയധികം ഈ വിഷയം വഷളാകുമായിരുന്നോ? നോക്കൂ, കഴിഞ്ഞ തവണ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് അത്. ഇന്നത്തേതുപോലെ അവ്യക്തത അന്നുണ്ടായിരുന്നില്ല. ഭരണഘടനാ ബെഞ്ചിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷ വിധി 4-1 വിധിയാണല്ലോ. സുപ്രീം കോടതിയുടെ വിധി രാജ്യത്തെ നിയമമാണെന്ന് നിയമം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ലോ ഓഫ് ദ ലാൻഡ് ആണെന്നുള്ളത്. അത്തരമൊരു കാര്യം എന്ത് യുക്തിയാണുള്ളത്? സുപ്രീം കോടതിയുടെ വിധി വന്നാൽ രാജ്യത്ത് നിയമം നടപ്പായി കഴിഞ്ഞാൽ ആ നിയമം അല്ലെങ്കിൽ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ സർവകക്ഷി യോഗത്തിന് ചർച്ച ചെയ്ത് നടപ്പാക്കണമെന്ന് നടപ്പാക്കണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നതാണോ? അപ്പൊ അതുകൊണ്ട് അതെല്ലാം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണവും കുറ്റപ്പെടുത്തലും വിമർശനവുമാണ്. അതിനെ അങ്ങനെ കാണാൻ പറ്റൂ. അതിന് നിയമദൃഷ്ടിയാൽ ഒരു തരത്തിലുള്ള നിലനിൽപ്പുമില്ലാത്ത രാഷ്ട്രീയ പ്രചരണമോ രാഷ്ട്രീയ വാദമോ മാത്രമാണ്.
ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. കാരണം ഇവിടെ 2-1 രണ്ടുപേർ സർക്കാരിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാനാണ് സർക്കാരിന്റെ ഭാഗത്തെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരാൾ. അപ്പൊ അതുകൊണ്ട് ആ പരിഗണന തരണം. നേരത്തെ ഇവിടെ ശ്രീ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന്, ഞങ്ങളുടെ പാർട്ടിയുടെ നയം ഇക്കാര്യത്തിൽ എന്താണ്? അത് നേരത്തെ ആവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് വീണ്ടും പോളിറ്റ് ബ്യൂറോ മെമ്പർ പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തുല്യാവകാശങ്ങൾ ഉണ്ടാവണം എന്നതാണ്. എല്ലാ മേഖലകളിലും. ഇപ്പൊ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുള്ള പാർട്ടിയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ പ്രത്യേക താല്പര്യത്തിൽ മാത്രമല്ല ഈ പറയുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, പുരുഷൻ ചെയ്യുന്ന അതേ ജോലി ചെയ്യുന്ന സ്ത്രീക്ക് അതേ വേതനം ഉണ്ടാവണം. അത് ഈ തുല്യാവകാശം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കാഴ്ചപ്പാടാണ് ഞങ്ങളുടെ പാർട്ടിയുടെ കാഴ്ചപ്പാട്. സുപ്രീം കോടതിയുടെ വിധി അതിനനുസരിച്ചാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ നടപ്പാക്കും, സർക്കാർ നടപ്പാക്കും. അതായത് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള വിധി വന്നാൽ നടപ്പാക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ കോടതി ഇടപെടരുത് എന്ന് അയോധ്യ മുതൽ ഈ ശബരിമല വരെ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നവരാരാന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് അയോധ്യയിൽ തങ്ങളുടെ നിലപാടിനനുസരിച്ച വിധി വന്നപ്പോ എല്ലാവരും ഒന്ന് കൈയടിച്ച് സുപ്രീം കോടതിയുടെ വിധിയാണ് എല്ലാവരും മാനിച്ചോളണം എന്ന് പറയുന്നത് അവസരവാദമാണ്. അത് വെറും അവസരവാദം എന്ന് പറഞ്ഞാൽ പോരാ, പരമ ബോറായ ഒരു അവസരവാദമാണിത്. കാരണം തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? വിശ്വാസത്തിന്റെ കാര്യമാണ്, കോടതി ഇടപെട്ട് പോകരുത്, കോടതിക്ക് ഇടപെടാൻ അവകാശമില്ലാതാണ്. അവസാനം തങ്ങൾക്ക് ഇഷ്ടമുള്ള വിധി വന്നപ്പോ ഇനി എല്ലാവരും ഇത് മാനിച്ചോളണം എന്നാണ് പറയുന്നത്. ഇപ്പോ ശബരിമലയുടെ കാര്യത്തിലും അങ്ങനെ പറഞ്ഞത്, കോടതിയല്ല വിധിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത്. കോടതിക്ക് എന്താണ് കാര്യം? ഇത് വിശ്വാസത്തിന്റെ കാര്യമല്ലേ എന്നാണ് വാദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ നിലപാട് ഒരു കാലത്തും എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊരു നിലപാടുണ്ട്. ആ നിലപാടിന് അനുസരിച്ചല്ല വിധിയെങ്കിലും ഗവൺമെന്റ് നടപ്പാക്കും. അത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. പിന്നെ ഇവിടെ ഞങ്ങളെന്തോ പോയി മാപ്പ് പറഞ്ഞു, തെറ്റ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ ആണ്. സംസ്ഥാന കമ്മിറ്റി അംഗമായ ഞാനും വീടുകളിൽ ചെന്നു ആളുകളെ കണ്ടു. ഞങ്ങൾ എന്തിനാ കണ്ടതെന്നറിയാമോ? ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ നിലപാട് ഇതാണ്. എങ്ങനെ ആ നിലപാട് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു, സർക്കാർ കോടതി വിധി നടപ്പാക്കാനുള്ള സർക്കാരിന്റെ ബാധ്യത എന്തായിരുന്നു, ആ ബാധ്യത നിറവേറ്റുക മാത്രമാണ് സർക്കാർ ചെയ്തത്. ഈ കാര്യങ്ങളാണ് വിശദീകരിച്ചത്. ഞാൻ പോയതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് നിലപാട് ഈ പറഞ്ഞതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. തെറ്റുപറ്റിയ തിരുത്താനൊരു മടിയില്ലാത്ത പാർട്ടിയാണ് ഞങ്ങൾ. ഇക്കാര്യത്തിൽ ഞങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാളാണ്. അതിനുശേഷം തന്നെയാണ് വീടുകളിൽ പോയി കണ്ടത്. വിശദീകരിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവരും അതാണ് വിശദീകരിച്ചത്. ബാക്കിയെല്ലാം നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആളുകൾ ചില സന്ദർഭങ്ങളിൽ വികാരപരമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ പറഞ്ഞിട്ടുണ്ടാവും. അതിനെയൊക്കെ ഞങ്ങൾ ആ നിലയ്ക്ക് മാനിക്കുകയും കണക്കിലെടുക്കുകയും ചെയ്യുന്നു. അതാണ് ഇന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. പക്ഷേ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഞങ്ങളുടെ നിലപാടല്ലെങ്കിൽ വിധിയെ ഞങ്ങൾ റോട്ടിലിട്ട് നേരിടും എന്നതല്ല. ഞങ്ങളുടെ നിലപാട് അനുസരിച്ചല്ലെങ്കിൽ വിധിയെ പിച്ചി ചീന്തി തോട്ടിലെറിയും എന്നുള്ളതല്ല നിലപാട്. ശരി സുരേന്ദ്രൻ, ഈ വിധി വന്നതിന് ശേഷമുള്ള ഇഷ്ടമുള്ളതോ സർക്കാർ നിലപാട്, മുഖ്യമന്ത്രി നിലപാടിലൊക്കെ എന്താണ് കരുതപ്പെടുന്നത്? ഈ തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ഉള്ളതുപോലെ തന്നെയുള്ള നടപ്പിലാക്കാനുള്ള നടപടികൾ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? എന്താണ് താങ്കൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ എം പി രാജേഷിന്റെ വാക്കുകളിൽ നിന്നും? അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഞാൻ പലതവണ ശബരിമലയിൽ പോയിട്ടുണ്ട്. രാജേഷ് പോകാത്ത ആളായതുകൊണ്ടാണ്. ഇപ്പൊ പമ്പയിൽ പോലീസുകാർ അവിടെ ഒരു പരിശോധന വെച്ചിട്ടുണ്ട്. രാജേഷ് ഒന്ന് അന്വേഷിക്കണം. നിങ്ങൾ ഈ വലിയ വർത്തമാനമൊക്കെ പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കരുത്. ഇപ്പൊ പമ്പയിൽ പോലീസുകാർ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളെ തടയുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം സംവിധാനം വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? നിങ്ങൾ കഴിഞ്ഞ കാലത്ത് എടുത്ത നിലപാട് തെറ്റായിപ്പോയി എന്നും ജനങ്ങൾ അതിന് അനുകൂലമല്ല എന്നും വലിയ ഭൂരിപക്ഷം നൽകി ജനങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിച്ചത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളെടുത്ത നിലപാടിന്റെ തെറ്റുകൊണ്ടാണെന്നും ബോധ്യപ്പെട്ടതിന് ശേഷം എല്ലാ മാസവും ഇപ്പോൾ ഈ 6 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്തുണ്ടല്ലോ രാജേഷേ, അന്നും ശബരിമല നട തുറന്നിരുന്നു, ചിത്തിരാട്ടത്തിന് തുറന്നിരുന്നു, അതിനു മുമ്പ് പിറന്നാളിന് തുറന്നിരുന്നു. 5 ദിവസം എല്ലാ മാസവും തുറക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള 6 മാസത്തിലും 5 ദിവസം തുറക്കുന്ന ദിവസമൊക്കെ പമ്പയിൽ പോലീസുകാർ സ്ത്രീകളുടെ പ്രായം പരിശോധിച്ചിട്ടാണ് കടത്തിവിടുന്നത്. അതിനർത്ഥം എന്താണെന്ന് രാജേഷിന് അറിയോ? അതിനർത്ഥം ആ നിലപാട് നിങ്ങൾ ഇനിയും തുടരണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം സുപ്രീം കോടതി ഒരു ബൈൻഡിങ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ നാളെ രാവിലെ തന്നെ അവിടെ സ്ത്രീകളെ അങ്ങ് പ്രവേശിപ്പിച്ച് നവോത്ഥാനം ഉണ്ടാക്കി കളയണമെന്നൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ
ആടിനെ പട്ടിയാക്കരുത്. നിങ്ങളെടുത്ത നിലപാട് തെറ്റായിരുന്നു. അതുകൊണ്ടാണ് രഹന ഫാത്തിമയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയത്. അതുകൊണ്ടാണ് പ്രതിഷേധം ആളിക്കത്തിയത്. 2 സ്ത്രീകളെ നിങ്ങൾ കയറ്റിയതാണെന്ന് എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പുറത്തു വന്നതാണ്. നിങ്ങൾ കയറ്റിയതാണ്. വനിതാ മതിൽ കഴിഞ്ഞ് അന്ന് രാത്രി നിങ്ങൾ കയറ്റിയതാണ്. അതിനാണ് ആംബുലൻസ് നിങ്ങൾ കൊടുത്തത്. നിങ്ങളുടെ സർക്കാരിന്റെ ആംബുലൻസ് ആണ് കൊണ്ടുപോയത്. പോലീസ് അതിന് അകമ്പടി സേവിച്ചു. എവിടുന്ന്? തമിഴ്നാട് മുതൽ അകമ്പടി സേവിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ആൾക്കാരുടെ വീട്ടിൽ താമസിപ്പിച്ച് നിങ്ങൾ കയറ്റിയതാണ്. അത് തെറ്റായിരുന്നു. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ മാറ്റണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ 5-6 മാസമായിട്ട് നിങ്ങളിപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ആ നിലപാട് നിങ്ങൾ തുടരണമെന്നേ പറഞ്ഞുള്ളൂ. അതാണ് ബാലൻ പറഞ്ഞതിൻ്റെ അർത്ഥവും മറ്റേ കടകംപള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ രാജേഷിന് മാത്രം ഒരു പുതിയ ഉടനെ അങ്ങ് നടപ്പാക്കി കളയുന്നു സാധിക്കില്ല. രാജേഷ്, നിങ്ങൾ ആര് വിചാരിച്ചാലും അവിടെ ഇനി സ്ത്രീകളെ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അന്ന് നിങ്ങൾ കൊണ്ടുപോയത് ആരുമില്ലാത്ത അർദ്ധരാത്രിയിൽ നിങ്ങൾ കൊണ്ടുപോയി. അതിൻ്റെ വേദന ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. വിശ്വാസികള് നിങ്ങൾ ഒരു മിനിറ്റും ഇല്ല. വിശ്വാസികളെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. കാരണം നിങ്ങളിപ്പോ ഈ ലിംഗസമത്വത്തെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെ ഇരട്ടത്താപ്പുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഔദാര്യത്തിലല്ലല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഔദാര്യത്തിലല്ലല്ലോ രാജേഷ്. ആ ഒരു മുഷ്കുണ്ടല്ലോ, അതൊക്കെ പൊളിഞ്ഞു പോയതാണ് മിസ്റ്റർ രാജേഷ്. അതൊന്നും ഇവിടെ നടക്കാവില്ല. നിങ്ങളുടെ ഈ ധാർഷ്ട്യവുമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടാവും. അല്ലെന്ന് ഞാൻ പറഞ്ഞ എല്ലാത്തിലും നിങ്ങൾ കാണിക്കുന്ന ഈ ധാർഷ്ട്യം ഉണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് തിരിച്ചടിയായത്. അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടെ സഹിഷ്ണുതയോടെ കൂടെ ഈ ഒരു അവസരം എടുത്ത് നിങ്ങൾ അതിന് തയ്യാറാവണം. 5 മാസമായിട്ട് അവിടെ പോലീസ് പരിശോധിച്ച് ആളുകളെ കടത്തുന്നില്ല. ആ നടപടി നിങ്ങൾ തുടരണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വളരെ പെട്ടെന്ന് മറുപടി MP രാജേഷ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. മന്ത്രി സുധാകരന് അവസരം കൊടുക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് താങ്കൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ അവതാരകനോടാണ് പറഞ്ഞത്. അവതാരകനോടാണ് പറഞ്ഞോളൂ. സുരേന്ദ്രന്റെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. അവതാരകന്റെ സമയമാണ്. അല്ല, പറഞ്ഞോളൂ. ഭീഷണിയും ധാർഷ്ട്യത്തിന്റെയും ഭീഷണിയുടെയും ഒക്കെ സ്വരം സുരേന്ദ്രനോളം ഈ കേരളത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരാളുമില്ല. അത് നമ്മൾ പമ്പയിലൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പൊ അതൊന്നും ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടണ്ട. മനസ്സിലായില്ലേ? ഇപ്പൊ പോലും സുരേന്ദ്രൻ സംസാരിച്ച ഭാഷ ആളുകൾ കേട്ടിട്ടുള്ളതാണ്. 500 കേസ് എടുത്തില്ലേ MP രാജേഷ്? ചാർജ് ഷീറ്റ് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതെ. അല്ല, ഞാൻ പറയട്ടെ. അല്ല, നിങ്ങള് പിന്നെ നിങ്ങളുടെ ഒരു തരം വക്രബുദ്ധിയാണ് നിങ്ങൾ ഇവിടെ പ്രയോഗിച്ചത്. ഇവിടെ മനുഷ്യാവകാശത്തെ കുറിച്ചാണ് മിസ്റ്റർ രാജേഷ്. അല്ല, എന്ത് മനുഷ്യാവകാശത്തെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഇതാണ് ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഞാൻ 1 മിനിറ്റ് ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ പ്രകോപിതനായി. ഇപ്പോ നിങ്ങൾ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് വക്രബുദ്ധി പ്രയോഗിക്കരുത്. ഞങ്ങൾ എല്ലാവരും പറഞ്ഞ കാര്യം ഒരേ കാര്യമാണ്. രാഷ്ട്രീയ ലക്ഷ്യമാണ് നിങ്ങളെ ഇപ്പോഴും നയിക്കുന്നത് എന്നതാണ് പ്രശ്നം. നിങ്ങൾക്ക് ഒരു ആശങ്ക വന്നുപെട്ടിട്ടുണ്ട്. ഇത്തവണ സുവർണാവസരം നഷ്ടപ്പെടുമോ എന്നാണ്. കഴിഞ്ഞ തവണ ശബരിമലയിൽ, പമ്പയിൽ, കേരളത്തിലാകെ തെരുവുകളിൽ നടത്തിയ പിത്തലാട്ടത്തിനുള്ള സുവർണാവസരമുണ്ടല്ലോ, അത് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് നിങ്ങളെ നയിക്കുന്നത്. ഞങ്ങളെല്ലാം പറഞ്ഞത് ഒരേ കാര്യമാണ്. CPIM-ന്റെ നിലപാട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിങ്ങൾ പേടിച്ച് പിന്മാറിയത് കൊണ്ടാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ പേടിച്ച് പിന്മാറിയത് കൊണ്ടാണ്. നിങ്ങൾ പിന്മാറിയത് കൊണ്ടാണ് ഞങ്ങള് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കരുത്. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് അസഹിഷ്ണുതയാണ് യുവതികളെ പ്രവേശിപ്പിക്കാൻ കനകദുർഗയെയും കൊണ്ടുവന്ന് നിർത്തിയത് കൊണ്ടാണ്. നിങ്ങൾ അത് തുടരണമെന്നേ പറഞ്ഞല്ലോ ഞങ്ങൾ. അല്ല, എന്നാ പിന്നെ നിങ്ങൾ പറ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അല്ലല്ല, പെട്ടെന്ന് അവസാനിപ്പിക്കണം. തെറ്റിദ്ധരിപ്പിക്കരുത് ആളുകളെ. നിങ്ങൾ ഇടപെടുന്നില്ലല്ലോ. അവതാരകൻ ഇതിന് അനുവദിച്ചു കൊടുക്കുകയാണല്ലോ. അല്ലല്ല, സുരേന്ദ്രൻ അവതാരകൻ ചർച്ച നിയന്ത്രിക്കണം. വന്നിരിക്കുന്ന എല്ലാവർക്കും ചർച്ച നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ അത് പറയണം. അല്ലല്ല, ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത്. ഞാൻ 45 മിനിറ്റ് അല്ലല്ല, അലമ്പ് എന്നുള്ള വാക്ക് 55 മിനിറ്റ് 3/4 ഭാഗം സമയവും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടിയില്ല. പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെട്ടാൽ അതേ സ്വാതന്ത്ര്യം എനിക്കുമുണ്ട് രാജേഷ്. ഭരണകക്ഷിക്ക് ഒരു സ്വാതന്ത്ര്യവും പ്രതിപക്ഷത്തിന് ഒരു സ്വാതന്ത്ര്യവും എന്നുള്ള നിങ്ങളുടെ ജനാധിപത്യം ഇതിനെ നയിക്കുന്നത്.
ശരി 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 നമുക്ക് ശരി ശരി രണ്ടുപേരും ദയവായി എന്നോട് ക്ഷമിക്കുക, രണ്ടുപേരും ക്ഷമിക്കുക. പന്തളം സുധാകരൻ, വളരെ പെട്ടെന്ന് താങ്കളുടെ രണ്ട് വാക്കുകൂടി കേൾക്കണം, നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് ചർച്ച. ഈ സർക്കാർ നിലപാടിൽ താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ തരത്തിൽ ഇത്തവണയും ഈ കടുംപിടുത്തം തുടരുമോ? എന്താകും പാർട്ടിയുടെ നിലപാട് ഈ വിഷയത്തിൽ ഈ മണ്ഡലകാലത്ത്? വളരെ പെട്ടെന്ന്. എന്നോടാണോ ചോദ്യം? അല്ല, ശ്രീ പന്തളം സുധാകരൻ. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. റൈറ്റ് സൈഡ് പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി ശ്രീ കെ സുരേന്ദ്രൻ, ഒപ്പം ശ്രീ പന്തളം സുധാകരൻ, എം ബി രാജേഷ്, ശ്രീ എ സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത നിലപാട് വ്യക്തമാക്കിയതിന്. അതിഥികൾക്കെല്ലാം സമയം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ എല്ലാവർക്കും സമയം നൽകിക്കൊണ്ടുള്ള ചർച്ച തന്നെയായിരുന്നു ഇത്. വളരെ നന്ദി എല്ലാവർക്കും. നാളെ റൈറ്റ് സൈഡ്, നാളെ 9:00 മറ്റൊരു വിഷയവുമായി എത്താം. നമസ്കാരം.